പീരീഡ് സമയത്ത് ഉണ്ടാകുന്ന പെയിൻ നോർമൽ ആണോ? എന്താണ് ഡിസ്മെനോറിയ? ഇതിന് നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ഡോക്ടർ അനഘ, ജനറൽ കൺസൾട്ടന്റ്, ജീവിത ആയുർവേദ ഹോസ്പിറ്റൽ. എന്താണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡിസ്മെനോറിയ? പേഴ്സൺ ടു പേഴ്സൺ നമുക്ക് പീരീഡ് പെയിൻ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ രണ്ട് വ്യക്തികളെ കൺസിഡർ ചെയ്താൽ തന്നെ ഒരാൾക്ക് ഉണ്ടാകുന്ന പോലെയുള്ള പെയിൻ ആയിരിക്കില്ല രണ്ടാമത്തെ വ്യക്തിക്ക്. അത് തന്നെയാണ് നമ്മൾ പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി ഡിസ്മെനോറിയ എന്ന് പറയുന്നത്. എന്താണ് പ്രൈമറി ഡിസ്മെനോറിയ? ഈ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി പീരീഡ്സ് ആയി ഫസ്റ്റ് ടൈം മെനാർക്ക് തുടങ്ങി ഒരു 2 years, വിത്തിൻ 1 or 2 years സ്റ്റാർട്ട് ചെയ്ത് പതിയെ ഗ്രാജുവൽ ഓൺസെറ്റ് ആയിട്ട് ഈ ഒരു പെയിൻ തുടങ്ങും. അത് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനൊന്നും ബാധിക്കില്ല. ഈവൻ ദോ അത് ഫസ്റ്റ് ഡേ ഓർ സെക്കൻഡ് ഡേ ഓഫ് പീരീഡ്സ് ആയിരിക്കും ഈ ഒരു പെയിൻ കാണുക. ആ പെയിന് നമുക്ക് പീരീഡ്സ് തുടങ്ങി ആ ബ്ലഡ് ഫ്ലോ നോർമൽ ആവുമ്പോൾ ഈ ഒരു പെയിന് കുറഞ്ഞ് അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞായിരിക്കും കാണപ്പെടുക. ആ രീതിയിൽ ഉണ്ടാവുന്നതാണ് നമുക്ക് പ്രൈമറി ഡിസ്മെനോറിയ എന്ന് പറയുന്നത്. അതിന് പ്രത്യേകിച്ച് പാത്തോളജിക്കൽ ഇഷ്യൂസ്, അതായത് ഒരു അണ്ടർലൈൻ കോസ് അതിന് ഉണ്ടാവില്ല. അതായത് ഈ പ്രൈമറി ഡിസ്മെനോറിയയിൽ പെയിൻ ഉണ്ടാക്കുന്ന റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോസ്റ്റാഗ്ലാൻഡിൻ്റെ എക്സസീവ് സെക്രീഷൻ വഴി യൂട്രൈൻ മസിൽസ് കോൺട്രാക്ട് ചെയ്യും. അതുവഴി നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് പെയിൻ ഉണ്ടാവുന്നു. അത് നമുക്ക് നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് അതിനൊരു ട്രീറ്റ്മെൻറ്റ് ആയിട്ട് ആ ഒരു പെയിൻ കൺട്രോൾ ചെയ്യാന്നുള്ളതല്ലാണ്ട് നമുക്ക് എക്സസീവായിട്ട് ഒരു മെഡിസിൻ എടുത്ത് അങ്ങനെ ട്രീറ്റ്മെൻറ്റിലോട്ട് പോകേണ്ട ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. കാരണം നമുക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റീസിലും അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിലോ അല്ലെങ്കിൽ ഡയറ്റിലോ വ്യത്യാസങ്ങൾ കൊണ്ടുവന്ന് നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് പീരീഡ് പെയിൻ റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കും.